ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി കൊഴുക്കട്ടയാണ്. അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി, നമ്മൾ സാധാരണ അടയ്ക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി, ഒരു അരക്കപ്പോളം ബീട്രൂട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ, അരച്ചെടുത്ത ബീട്രൂട്ട്. അതിലേക്ക് ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്ര മതി. ഉപ്പിട്ട് നല്ലോണം ചേർത്ത അരിപ്പൊടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിനെ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ തിളച്ച വെള്ളം കേട്ടോ, നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി അടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുത്തു കേട്ടോ. ഇതാ ഇതുപോലൊരു ഉരുളയാക്കി ഇട്ട് ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. ആ നെയ്യിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കാം. നമുക്ക് ആ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടി മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, അത് കാരണം കൊണ്ട് അതിന് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. ഏകദേശം ഒരു അരക്കപ്പിലും കൂടുതലുണ്ടാവും. നമുക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ഏലക്കായോ ജീരകപ്പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടി. ഇവിടെ ഈ 2 ഫ്ലേവറും ഡാർക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. നെയ്യിൻ്റെ ഒരു മണം ഉണ്ടായിരിക്കും, അത് നല്ലതാണ്. നന്നായി ശർക്കര ഉരുകി തേങ്ങ കൂടി ചേർന്ന് ആ വെള്ളം കൂടി വറ്റിച്ചെടുക്കുക. ഇനി ബോൾസ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. നമ്മുടെ കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെക്കാനുള്ള കറക്റ്റ് പാകമായിട്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയുടെ പൊടിനെ ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെ അതിനെ ഇങ്ങനെ ഒന്ന് കുഴിയാക്കിയിട്ട് ചെറുതാക്കിയിട്ട് നമ്മളതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാവുന്ന രീതിയിലുള്ള, കൊഴുക്കട്ട ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയുണ്ടാവും. ഇതാ ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഇതിൽ നിന്നൊരു ബോൾ എടുക്കുക, ഇതിൽ വയ്ക്കുക, അതിനെ കൂട്ടി യോജിപ്പിക്കുക, വീണ്ടും ഒരു ബോളാക്കി മാറ്റുക. ഇതേപോലെ നമ്മൾ എല്ലാ അരിപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ഉണ്ടാക്കുക. 5 കൊഴുക്കട്ടയാണ് ചെറുത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കൊഴുക്കട്ടയുടെ ലാസ്റ്റ് ഭാഗം.